എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. എം മോഹനന്റെ സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,55,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 4ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 3,05,00,000 എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 1 കോടിയും പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 4-4.5 കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ബേസിൽ ജോസഫ് നായകനായെത്തിയ സിനിമ കൂടിയാണല്ലോ പോൻമാൻ. ആ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 54 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 4,47,00,000 എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 1,50,00,000 കടന്നിരിക്കുകയാണ്. എന്നാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഫിഗർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 7 കോടി 8 കോടി റേഞ്ചിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 12 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുമ്പോൾ 12ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9,16,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ഡൊമിനിക്കിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 19,10,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 12ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം 12 ദിവസം കൊണ്ട് 19,60,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ജനുവരി മാസം 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആസിഫ് അലി നായകനായെത്തിയ ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയമേ മാറിയ രേഖാചിത്രം. നിലവിൽ 26 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം രേഖാചിത്രം എന്ന സിനിമ ബിസിനസ് അടക്കം ചിത്രം 75 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ ബിസിനസ് അടക്കമുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇനി ചിത്രത്തിന്റെ 26ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 26ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 26 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 26,27,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 26 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 57 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം തന്നെ ഇന്ന് ആസിഫ് അലിയുടെ ജന്മദിനം കൂടിയാണ്. അത് പ്രമാണിച്ച് ഇന്ന് ഒരുപാട് ആസിഫ് അലി സിനിമകളുടെ അപ്ഡേറ്റുകൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായി വരാൻ പോകുന്ന സിനിമയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ വർഷം ഏപ്രിൽ മാസം ആദ്യ വാരം ഈദ് പ്രമാണിച്ചായിരിക്കും ചിത്രം റിലീസ് എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് ആസിഫ് അലി സിനിമകളുടെ അപ്ഡേറ്റുകൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടിക്കറ്റ് ആക്കുക അതുപോലെ തന്നെ സർക്കിട്ട് എന്ന സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.